കയ്യിൽ കിട്ടിയ ഇരയെ ഭാര്യയും ഭർത്താവും കൂടി കീറി മുറിക്കുകയാണ്. സൂചി കയറ്റുന്നു, മുട്ടസൂചി കയറ്റുന്നു, സ്റ്റാപ്ലർ ഇറയ്ക്കുന്നു, വടി കൊണ്ട് അടിക്കുന്നു. ചോര കാണുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു ആനന്ദം ഇവർ പുറപ്പെടുവിക്കുകയാണ്. ഓരോ തുള്ളി ചോരയും ആ ഇരയിൽ നിന്ന് പൊട്ടി പുറപ്പെടുമ്പോൾ രശ്മിയും ജയേഷും ആർത്തുല്ലസിക്കുകയാണ്. അവർ പരസ്പരം മുഖത്ത് നോക്കി ചിരിക്കുകയാണ്. പ്രത്യേകതരം ഒരു ആനന്ദം. ശരിക്കും പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് 25 വയസ്സുള്ള രശ്മിയും 30 വയസ്സുള്ള ജയേഷും ഈ ക്രൂരകൃത്യം ചെയ്തത്? നമ്മൾ ആരും വിചാരിക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടിയാണ്. കേട്ടാലോ? പോലീസ് എത്തുമ്പോൾ മാത്രമാണ് കോയിപ്പുറം ഗ്രാമക്കാർ ആ സത്യം അറിഞ്ഞത്. അയ്യോ, ഇങ്ങനൊരു സംഭവം നടന്നിരുന്നോ? ഒരാൾ പോലും ആ സത്യം അറിഞ്ഞതേ ഇല്ല ഇതുവരെ. പക്ഷേ 2 ദിവസമായിട്ട് പോലീസ് അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അത് എന്തിനാണെന്ന് ഒരു സൂചന പോലും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ശാന്തശീലരായ ഗ്രാമക്കാരാണ് ആ ഭാഗത്ത് താമസിക്കുന്നത്. പ്രശ്നക്കാരൊന്നുമല്ല, പക്കാ ഗ്രാമവാസികളാണ്. കൃഷിയാണ് അവരുടെ ഉപജീവന മാർഗം. ആ ഗ്രാമത്തിലാണ് ഇങ്ങനൊരു ദാരുണമായിട്ടുള്ള സംഭവം നടന്നിരിക്കുന്നത്. ജയേഷിനെയും ഭാര്യ രശ്മിയും കൊണ്ടുവന്നപ്പോൾ ആൾക്കാരെല്ലാം കൂകി വിളിച്ചു. കാരണം അത്രത്തോളം ഹീനമായിട്ടുള്ള ക്രൂരത നിറഞ്ഞൊരു പ്രവൃത്തിയാണ് ഭാര്യയും ഭർത്താവും കൂടെ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. ഈ ചെറിയ വീട്ടിലാണ് ഈ ജയേഷും ഈ ഭാര്യ രശ്മിയൊക്കെ താമസിക്കുന്നത്. അവർക്ക് 2 കുട്ടികളുണ്ട്. 7 വയസ്സുള്ള ഒരു കുട്ടിയും 3.5 വയസ്സുള്ള മറ്റൊരു കുട്ടിയുമാണ് ഇവർക്ക് ഉള്ളത്. പക്ഷേ ഇവർ ചെയ്ത പണി എന്താണെന്ന് അറിയാമോ? ആദ്യമേ ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ സ്വഭാവം എന്ന് പറയാം. ജയേഷ് ആണെങ്കിൽ ഒരു മനുഷ്യനോട് പോലും ഒരു അക്ഷരം പോലും മിണ്ടത്തില്ല. എപ്പോഴും ഫോണിൽ ഇങ്ങനെ സംസാരവും എന്തൊക്കെയാണ് ഫോണിൽ ചെയ്യുന്നത്. എന്തെങ്കിലും ചോദിച്ചാൽ പോലും മുഖം വീർപ്പിച്ച് ഒറ്റ നടപ്പാണ്. ഒരാളോട് പോലും ഒരു സഹകരണം പോലും ഇല്ല. ആകപ്പാടെ എന്തെങ്കിലും ചോദിച്ചാൽ മിണ്ടുന്നത് ഭാര്യ രശ്മിയാണ്. രശ്മിക്ക് 25 വയസ്സുണ്ട്. ഭർത്താവായ ജയേഷിനാണെങ്കിൽ 30 വയസ്സാണ്. എവിടെ പോടി? ഞാൻ കടയിൽ പോവാണ്. എന്ത് കയറിക്കുന്നത്? ഇന്നതാണ്. അത്രയും മാത്രമേ ഈ പെൺകുട്ടിയും മിണ്ടത്തുള്ളൂ. നാട്ടുകാരോട്ടൊന്നും ഒരു ബന്ധം പോലും ഇല്ല. അയൽവാസം തൊട്ടപ്പുറത്തുള്ള ആൾക്കാർക്ക് പോലും ഈ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് ഒരു സൂചന പോലുമില്ല. ഒരു സൂചന അവർ കൊടുത്തിട്ടില്ല. ആൾക്കാരെ കേട്ട് ഒരു നിശ്ചിത അകലം പാലിച്ചിരിക്കുവാണ് ഈ ദമ്പതികൾ. അങ്ങനെയുള്ളവർ സൂക്ഷിക്കണം കേട്ടോ. നമ്മൾ അയൽവാസികളായിട്ട് വരുന്നവരെ നമ്മളിൽ നിന്ന് ഒരു അകലം പാലിക്കുവാണെങ്കിൽ അവർക്ക് എന്തോ കുഴപ്പമുണ്ട്. അവരെന്തോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് എന്തോ ഒരു ദുരൂഹത ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടി. അത്തരത്തിലുള്ള ദുരൂഹം നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു ഈ ദമ്പതികൾ നയിച്ചത്. ഈ ചെറിയ വീട്ടിലാണ് ആ ക്രൂരത അരങ്ങേറിയിരിക്കുന്നത്. ഒരാൾക്ക് പോലും സങ്കല്പിക്കാൻ പറ്റാത്ത അത്ര ക്രൂരതയാണ് ഈ വീടിനുള്ളിൽ നടന്നിരിക്കുന്നത്. 2 പേരാണ് ഇപ്പോൾ പൊതുമധ്യത്തിൽ പരാതിയുമായിട്ട് വന്നിരിക്കുന്നത്. പരാതിയല്ല, പോലീസ് അവരെ തേടി പിടിച്ചതാണ്. ഒരുപാട് ചെറുപ്പക്കാർ ഈ ദമ്പതികളെ വലയപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ നാണക്കേടും മാനക്കേടൊക്കെ ഭയന്ന് അവരൊന്നും പേരൊന്നും പുറത്ത് വിട്ടിട്ടില്ല. എങ്കിലും ഈ 2 പേരിൽ ഒരാൾ റാന്നി സ്വദേശിയായിട്ടുള്ള 29കാരൻ ആ സത്യം തുറന്നു പറഞ്ഞപ്പോൾ പോലീസ് പോലും നടുങ്ങിപ്പോയി. ഇങ്ങനെ ഒരു ക്രൂരതയുണ്ടോ? ഒരു ആണിനെ അല്ലെങ്കിൽ ഒരു പുരുഷന് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? 25 വയസ്സ് മാത്രം പ്രായമുള്ള രശ്മി എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ഒരു ആണിനോട്, ആണെന്ന് പറയാൻ ഒക്കത്തില്ല, ആണുങ്ങളോട് ഈ ക്രൂരത ചെയ്തിരിക്കുന്നത്. ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ഒരു 19കാരനോടും ഈ റാന്നി സ്വദേശിയായിട്ടുള്ള 29കാരനോടുമാണ് ഈ ദമ്പതികളിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിരിക്കുന്നത് ഈ രശ്മിയാണെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരുപാട് പേർക്ക് ഈ അബദ്ധം പറ്റിയിട്ടുണ്ട്. ആരും പുറത്ത് പറഞ്ഞിട്ടില്ല. എന്തായാലും സംഭവം പോലീസ് അറിഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു ദിവസം പോലീസും നാട്ടുകാർ വിചിത്രമായ ഒരു കാഴ്ച കാണിക്കണം. ആദ്യം കണ്ടിരിക്കുന്ന നാട്ടുകാരാണ്. ഒരാൾ ചോരയിൽ കുളിച്ച് പുതുവൺ പാലത്തിന് സമീപം ഇങ്ങനെ കിടക്കുകയാണ്. അയാൾക്ക് ജീവനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ശബ്ദിക്കാൻ പോലും പറ്റുന്നില്ല. ദേഹമാസകലം ഈ സ്റ്റാപ്ലർ ഉണ്ടല്ലോ, നമ്മുടെ ബുക്കിൽ പേപ്പറിലൊക്കെ അടിക്കുന്ന സാധനം, ഇങ്ങനെ അടിച്ചടിച്ച് പുറത്തും അവിടെയൊക്കെ അടിച്ച് ഇങ്ങനെ പറ്റിച്ച് വെച്ചേക്കൊണ്ട് ദേഹം പുറത്തൊക്കെ ഇങ്ങനെ നിറച്ച് സ്റ്റാപ്ലറാണ്. അത് മാത്രമല്ല മൂക്കിലൂടെയും വായിലൂടെയൊക്കെ രക്തം ഇങ്ങനെ ധാരധാരയായിട്ട് പുറത്തേക്ക് പ്രവഹിക്കുന്നുണ്ട്. കാലൊക്കെ അടിച്ച് ചതച്ചിട്ടുണ്ട്. എന്തോ കമ്പിപടിയോ അങ്ങനെയുള്ള എന്തോ വലിയ മാരകമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചൊക്കെ ദേഹമാസകലം ചിതറിപ്പിച്ചിട്ടുണ്ട്. അത്രയും ദേഹമാസകലം മുറിവുണ്ട്, അകത്ത് എല്ലാം കൊടിഞ്ഞിട്ടുണ്ടെന്ന് അറിയത്തില്ല. എന്തായാലും കണ്ടവരെല്ലാം കൂടി ഇവനെ താങ്ങിയെടുത്തുകൊണ്ട് നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ആശുപത്രിക്കാർ വിവരം പോലീസിന് പറഞ്ഞു. പോലീസ് മൊഴിയെടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവൻ ഒരു കള്ളം പറയുകയാണ്. ഇവൻ സ്നേഹിച്ചിരുന്ന പെണ്ണിൻ്റെ സഹോദരങ്ങളും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളൊക്കെ ചേർന്ന് ഇവനെ മൃഗീയമാം വിധം ഉപദ്രവിച്ചെന്നാണ് ഇവൻ കള്ളം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അവൻ്റെ മൊഴി അനുസരിച്ച് ആ ബന്ധുക്കളെ തപ്പി പോലീസ് നടന്നു. അങ്ങനൊരു ബന്ധുക്കളും ഇല്ല, അങ്ങനൊരു സംഭവമേ ഇല്ല. അത് കള്ളമാണെന്ന് പോലീസ് മനസ്സിലായി. അങ്ങനെ നേരെ ചെന്ന് ഇവനെ പിടിച്ച് വിരട്ടുകയാണ്. എന്താ സംഭവിച്ചത് പറ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവന് പറയാതിരിക്കുന്ന നിവൃത്തിയില്ലാതായി. അങ്ങനെയാണ് ഈ ദാരുണമായിട്ടുള്ള ക്രൂരത പുറം ലോകം അറിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ 29കാരൻ പറഞ്ഞു, എനിക്ക് മാത്രമല്ല, എൻ്റെ ഒരു ബന്ധു കൂടിയുണ്ട്, ആലപ്പുഴ സ്വദേശിയാണ്, അവനും സമാനമായിട്ടുള്ള ഒരു അബദ്ധമാണ് സംഭവിച്ചിരിക്കുന്നത്. പോലീസ് 2 പേരുടെയും ശരീരം മുഴുവൻ പരിശോധിച്ചപ്പോൾ ഇങ്ങനൊരു സംഭവം പോലീസിൻ്റെ ചരിത്രത്തിൽ പോലും ആദ്യമാണ്. കാരണം ഒരുപാട് പരിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്റ്റാപ്ലർ എവിടെ തറച്ചേക്കുന്നത് അറിയാമോ? എവിടെയാ? ജനനേന്ദ്രിയത്തിൻ്റെ പല ഭാഗത്തും എന്ന് പറഞ്ഞാൽ ചകുടം തെകുണമൊക്കെ തറച്ച് വെച്ചേക്കാണ്. 2 പേരുടെ ജനനേന്ദ്രിയത്തിലല്ല. അതിൻ്റെയൊക്കെ മുറിവും പേടിയാണ് ആ 2 ചെറുപ്പക്കാർ ഇങ്ങനെ ജീവിച്ച് പോകുന്നത്. ഇനി നിങ്ങൾ അറിയണം എന്തിനു വേണ്ടിയായിരിക്കും ഈ 2 ചെറുപ്പക്കാരെന്നുള്ള ഇപ്പോൾ പോലീസ് പുറത്തുവിട്ട 2 ചെറുപ്പക്കാർ മാത്രമാണ്. ഒരുപാട് പേര് ഇവിടെ വലയിൽ പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ 2 പേരിലൂടെ നമുക്ക് ഈ കഥ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇവരെന്തിനായിരിക്കും ഇത്ര മൃഗീയമായ വിധത്തിൽ
ഈ ദമ്പതികൾ ഉപദ്രവിച്ചതല്ലേ, അതും ചെറുപ്പക്കാരായ ദമ്പതികൾ. നമുക്ക് ജയേഷിൽ നിന്നും ഈ സംഭവത്തിലേക്ക് കടക്കാം അല്ലേ. ഈ ജയേഷിന് പ്രത്യേക സ്വഭാവമുണ്ട്. ഒന്നാമത്തെ കാര്യം, പണിയോടൊന്നും അല്ലെങ്കിൽ ജോലിയോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഈ ആഭിചാരക്രിയ, ക്ഷുദ്രക്രിയ, മന്ത്രവാദം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യമുള്ള ആളാണ് ഈ ജയേഷ്. അവളുടെ അമ്മയും അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തിരുന്ന ആളാണ്. ക്ഷുദ്രപ്രയോഗം, അങ്ങനെയുള്ള ബാധ കയറി അതൊക്കെ മാറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നിരുന്ന ആളായിരുന്നു ഈ ജയേഷിൻ്റെ അമ്മ. എന്തായാലും ഇപ്പോൾ അമ്മയും അച്ഛനൊന്നും കൂടെയില്ല, അവർ മരിച്ചുപോയി. ഇവർ 3 സഹോദരങ്ങളാണ്. അതിൽ നടുവത്തെ ആളാണ് ഈ ജയേഷ്. അയാൾക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശ്വാസമാണ്. ഈ പറയുന്ന രക്തം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുക, അങ്ങനെയുള്ള ശുദ്ധപ്രയോഗമൊക്കെ ചെയ്യാൻ വളരെ വിദഗ്ധനാണ് ഈ ജയേഷ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാൾക്കൊരു പെൺകുട്ടിയുമായിട്ട് പ്രണയമാവുന്നു. ഒരു സുപ്രഭാതത്തിൽ രശ്മി എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ ഈ ചെറിയ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ ഭാര്യയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഇയാൾ ബാംഗ്ലൂരിലേക്ക് ജോലിക്ക് പോവുകയാണ്. അവിടെ ഒരു ക്രഷർ യൂണിറ്റിൽ, അതായത് പാറയൊക്കെ പൊടിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അവിടെ ആ യൂണിറ്റിൽ ജോലി കിട്ടുകയാണ്. അവിടെ വെച്ചാണ് നമ്മുടെ ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ആ പയ്യനെയും റാന്നി സ്വദേശിയായിട്ടുള്ള ആ 29-കാരനെയും പരിചയപ്പെടുന്നത്. ഇവിടെ വെച്ച് ആരൊക്കെയോ പറഞ്ഞ് ഈ രക്തം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടും, സമ്പത്ത് കിട്ടും എന്നൊക്കെയുള്ള ചിന്ത ഇവന് മനസ്സിലേക്കുണ്ട്. അങ്ങനെ 2 ഇരകളെയാണ് ഇവന് കിട്ടിയിരിക്കുന്നത്. ഇവിടെ അവൻ ചെയ്ത പണി എന്താണെന്ന് അറിയാമോ? അവൻ്റെ നാട്ടിലുള്ള ഭാര്യയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി, ഒരു പരിചയം സ്ഥാപിക്കാൻ വേണ്ടി അവസരം ഒരുക്കുകയാണ്. അതെങ്ങനെയാണെന്ന് അറിയാമോ? ഇവൻ്റെ ഫോണിലേക്ക് രശ്മി നാട്ടിൽ നിന്ന് വിളിക്കും, പക്ഷേ ഇവൻ എടുക്കത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവൻ്റെ കൂട്ടുകാരാണല്ലോ ഈ റാന്നി സ്വദേശിയും ആലപ്പുഴ സ്വദേശിയും, അവരുടെ ഫോണിലേക്ക് ഈ രശ്മി വിളിക്കും. അങ്ങനെ വിളി 1 ആയി 2 ആയി. ഇതൊരു ആയുധമാക്കി ഈ റാന്നിക്കാരനും ഈ ആലപ്പുഴക്കാരനും എടുക്കുകയാണ്. ഒരു പുതിയ ബന്ധം 2 പേരും സ്ഥാപിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ജയേഷ് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇവനിതെല്ലാം അറിയുന്നുണ്ട്. അവൻ്റെ നമ്പറാണ്. ഒരിക്കൽ പോലും കണ്ടു എന്നുള്ള രീതിയിൽ പെരുമാറുന്നില്ല. അങ്ങനെ 2 പേരും 2 സൈഡിൽ കൂടെ ഈ പാലം വലിക്കുകയാണ്. ആരുമായിട്ടുള്ള പാലം? രശ്മിയായിട്ടുള്ള പാലം ഈ റാന്നിക്കാരനും ആലപ്പുഴക്കാരനും വലിക്കുകയാണ്. ആ ബന്ധം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ നമ്മുടെ ജയേഷ് നാട്ടിലെത്തുന്നു. ഒരു സുപ്രഭാതത്തിൽ ഭയങ്കര അഭിനയം കാഴ്ചവെക്കുകയാണ്. നീ എന്നെ ചതിച്ചു അല്ലേ, നിനക്ക് അവന്മാരുടെ ബന്ധം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആ നാടകം പൊളിച്ചെടുക്കുകയാണ്. ഭാര്യ സമ്മതിക്കുകയാണ്, ശരിയാണ്. നോക്കിയപ്പോഴത്തേക്ക് ഒരുപാട് സെക്സ് ചാറ്റും മറ്റതൊക്കെ ഇയാൾ കാണുന്നുണ്ട്. അങ്ങനെ ആകപ്പാട് വിഷയമാകുന്നു. ഭയങ്കരമായിട്ട് ഇവനെ അഭിനയിച്ച് തകർക്കുകയാണ്, അടി കൊടുക്കുന്നുണ്ട്. ഇന്നത്തോടെ തീർക്കുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമാക്കുന്നു. ഭാര്യയുടെ ഈ ചാറ്റെല്ലാം കണ്ടുപിടിച്ചു ആകപ്പാട് ആക്രോശിച്ച് നിന്ന ഈ നമ്മുടെ ജയേഷ് തണുക്കുകയാണ്. ശരി ശരി ശരി, ഇതെല്ലാം ഞാൻ ക്ഷമിക്കാം, പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം. അവന്മാർ തന്ത്രത്തിൽ ഇവിടേക്ക് വിളിച്ചു വരുത്തണം. അതിന് കാരണമുണ്ട്. അവരെ നമുക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക. അവരെ ഇവിടെ കൊണ്ടുവന്നാൽ ഞാനിതെല്ലാം ക്ഷമിക്കാം, സഹിക്കാം എന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടിക്ക് വാക്ക് കൊടുക്കുകയാണ്. പെൺകുട്ടിയെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. അവൾ ഒരു പക്കാ സൈക്കോയാണ് കേട്ടോ. ഇത് പറഞ്ഞപ്പോൾ തന്നെ അവൾ എഗ്രി ചെയ്യുകയാണ്, എതിർവാക്കൊന്നും പറയുന്നില്ല. പിന്നെ ഇവരുടെ പ്ലാനാണ് നടക്കാൻ പോകുന്നത്. ജയേഷും രശ്മിയും കൂടെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത ആ വലയിലേക്ക് ആദ്യം വീഴുന്നത് ആലപ്പുഴക്കാരനായിട്ടുള്ള ആ 19-കാരനാണ്. നീ എത്രയും പെട്ടെന്ന് വരണം, എനിക്ക് നിന്നെ കാണണം എന്നൊക്കെ പറഞ്ഞ് മൊബൈൽ വഴി ചാറ്റ് ചെയ്യുന്നു ആരാ? രശ്മി. അങ്ങനെ ആ പാമ്പ് പിടിച്ചും കുറ്റിയും മൂടും എല്ലാം പറിച്ചുകൊണ്ട് നേരെ ഈ വീട്ടിലേക്ക് ഇടിച്ച് കയറുകയാണ്. അതവിടെ നിൽക്കട്ടെ. അത് കുറേ കഴിഞ്ഞ് അവനെ പറഞ്ഞു വിടുന്നു. ജീവൻ മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് അവനെ പറഞ്ഞു വിടുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞ് അടുത്തിര, അതായത് റാന്നി സ്വദേശിയായിട്ടുള്ള 29-കാരനെ വിളിച്ചു വരുത്തുകയാണ്. അവനും റബ്ബർ തോട്ടം വഴിയൊക്കെ ആരും അറിയാതെ ഈ വീട്ടിലേക്ക് ഇടിച്ച് കയറുകയാണ്. ഇവന്മാരോട് ഈ ദമ്പതികൾ ചെയ്ത പണി എന്താണെന്ന് അറിയാമോ? ഇവരെ തന്ത്രത്തിൽ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. നമുക്ക് ഒരാളെ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. 2 പേരോടും ഒരേ പണിയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് റാന്നിക്കാരനെ എടുക്കാം. അതുകൊണ്ടാണല്ലോ സംഭവം പുറത്തായത്. റാന്നിക്കാരനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. വാതിൽ തുറക്കുന്ന ആരാ? രശ്മിയാണ്. അപ്പുറത്ത് പതുങ്ങിയിരിക്കുന്ന ജയേഷ് കയ്യിലിരിക്കുന്ന ആ പെപ്പർ സ്പ്രേ അവൻ്റെ മുഖത്തേക്ക് തളിക്കുകയാണ്. കണ്ണ് കാണാൻ വയ്യ. എന്നിട്ട് അവൻ വലയിലായി എന്ന് അവന് മനസ്സിലായി. ആർക്ക്? റാന്നിക്കാരന്. ഇനി ഒരു മാർഗവുമില്ല. അവിടെ ഇവിടെ നിന്നുകൊണ്ട് തലങ്ങും വലങ്ങും അടിക്കുകയാണ് നമ്മുടെ ജയേഷ്. എന്നിട്ട് പറയുകയാണ്, നിൻ്റെ മുമ്പിൽ നിൻ്റെ കാമുകിയായിട്ടുള്ള രശ്മി നിൽപ്പുണ്ട്. നീ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നത് പോലെ അഭിനയിക്കണം. എന്ത് ചെയ്യാൻ പറ്റും? വലയിലായിപ്പോയില്ലേ. അങ്ങനെ അവൻ പറയുന്ന വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റി 2 പേരും അഭിനയിച്ച് തകർക്കുകയാണ്. ഈ ദൃശ്യങ്ങളൊക്കെ സൂത്രത്തിൽ ജയേഷ് മൊബൈൽ പകർത്തുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം ഭാര്യയുമായിട്ട് മറ്റൊരുത്തൻ ബന്ധപ്പെടുന്നതുകൊണ്ട് അഭിനയിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഒരു ഭർത്താവ് മൊബൈൽ പകർത്തുക എന്നുള്ളത് അവൻ്റെ ഒരു മാനസിക രോഗം എന്ന് ആലോചിച്ച് നോക്കിയേ. അത്രയും വൃത്തികെട്ട അല്ലെങ്കിൽ ഒരു മനോനില തെറ്റിയവനാണ് ഈ ജയേഷ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. പിന്നെ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ ഈ ഇരയെ കെട്ടി തൂക്കുകയാണ്. കൈ താഴോട്ട്, കാല് മേലോട്ട്. എന്നിട്ട് ഈ കൈവിരലെല്ലാം മുട്ടുസൂചി തറയ്ക്കുവാണ്. ഒന്ന് ആലോചിക്കുക. ഒന്നും മുട്ടുസൂചി ചെറുതായിട്ട് കൊള്ളുമ്പോൾ തന്നെ നമ്മുടെ വേദന അറിയാമല്ലോ. ഈ 10 വിരലിലും 10 അല്ല 20 വിരലുകളും മുട്ടുസൂചി അറിഞ്ഞ് കയറ്റുകയാണ്. അതുകൊണ്ട് തീർന്നില്ല. കമ്പ് വെടി കൊണ്ട് കാലും തലയും എല്ലാം അട്ടിച്ച് ചതയ്ക്കുകയാണ്. ഇനിയാണ് ഏറ്റവും ഭീകരമായിട്ടുള്ള സംഭവം. അവിടെ കാണുന്ന 2-3 ഈ സ്റ്റാപ്ലർ എടുത്തുകൊണ്ട് ആ ചെയ്യുന്ന ആരാണെന്നറിയാമോ? നമ്മുടെ രശ്മിയാണ്. അവൻ്റെ ദേഹത്തൂടെ എല്ലാം ഇങ്ങനെ ഈ അടിച്ചടിച്ചടിച്ച് കൊണ്ടുപോവുകയാണ്. ഒടുവിലായിട്ട് അവൻ്റെ ജനേന്ദ്രം പിടിച്ചു. അതിലും 5-6 അടി അതും പൂട്ടിക്കൊടുത്തു. അതുകൊണ്ട് തീർന്നില്ല. മൃഗീയമായിട്ട് അവനെ മർദ്ദിച്ച് അവശനാക്കി. ജീവൻ മാത്രമേ ഉള്ളൂ എന്ന് അവർ ഉറപ്പാക്കുകയാണ്. ഇനി ഒരിക്കലും
അവൻ ഈ പണിക്ക് പോകാൻ പാടില്ല. അതിൻ്റെ കൂടെ തന്നെ ഈ ചോര അവിടെ ഇവിടെയൊക്കെ ചോരയൊക്കെ പൊട്ടി പുറത്തേക്ക് വരുമ്പോൾ ഇവർ ആഭിചാര ക്രിയയ്ക്കുള്ള മന്ത്രവാദങ്ങളൊക്കെ മുഴക്കുകയാണ്. ജയേഷ് ഹാ ഹൂ ഹൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവർ ചിരിക്കുന്നുണ്ട്. ഓരോ ചോര പൊടിയുമ്പോഴും ഭാര്യയും ഭർത്താവോട് മുഖത്തോട് നോക്കി കൈയടിച്ച് ഇരിക്കുന്നുണ്ട്. അതെന്തൊരു മാനസികാവസ്ഥയാണ്? അത് ദൈവത്തിന് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ദൈവത്തിന് പ്രീതി കൊടുക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് ഇവർ വിചാരിക്കുന്നത്. അങ്ങനെ ചോര എല്ലായിടത്തും പൊടിഞ്ഞ് അവൻ മൃതപ്രായനായിട്ട് തറയിലേക്ക് കിടക്കുകയാണ്. അവസാനം രാത്രിയോടെ ഇരുട്ട് പറ്റി, ഇനി ആരും ശ്രദ്ധിക്കാനില്ല എന്ന് ഉള്ള ആ ഒരു സമയത്ത് ഭാര്യയും ഭർത്താവും കൂടെ ബൈക്ക് എടുക്കുന്ന നടുക്ക് റാന്നിക്കാരനെ ചുമന്നുകൊണ്ട് നേരെ ആ പുതുമൺ പാലത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആരും കാണുന്നില്ലെന്ന് ഉറപ്പാക്കിയിട്ട് അവിടെ തള്ളി ഇവർ തിരിച്ച് വീട്ടിലേക്ക് വന്നു. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വഴിയരികിൽ അവശനായിട്ട് കിടക്കുന്ന റാന്നിക്കാരനെ ആൾക്കാരെ കണ്ടെത്തുന്നു, ആശുപത്രിയിൽ എത്തിക്കുന്നു. അതോടുകൂടി തന്നെയാണ് ഈ സംഭവം പുറത്ത് അറിയുന്നത്. ഈ രണ്ടുപേരെ ഇതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, യാതൊരു വ്യത്യാസവുമില്ല. പക്ഷേ ഇതിലെല്ലാം പൊതുവായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ചോര പൊടിയുമ്പോൾ ഇവർക്കൊരു പ്രത്യേക ആനന്ദം കണ്ടെത്തുന്നതാണ് പറയുന്നത്. ഇവരുടെ മൊഴിയൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്, ഈ റാന്നിക്കാരൻ്റെയൊക്കെ മൊഴിയൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ കേട്ടെന്ന് വിചാരിക്കുന്നു. അത്രത്തോളം പൈശാചിക വിധത്തിലാണ് ഇവർ പെരുമാറിയിരിക്കുന്നത്. ഒരു ചോരയിൽ നിന്ന് കിട്ടുന്ന പ്രത്യേക ഒരു ആനന്ദമാണ് ഇവർക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ പറ്റിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു മനുഷ്യനോടൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? സ്റ്റാപ്ലെയർ കൊണ്ട് അടിക്കുമെന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കും. അതും ജനനേന്ദ്രിയത്തിൽ, അതും തലങ്ങും വിലങ്ങും. 10-23 സ്റ്റാപ്ലെയറാണ് അവിടെ അടിച്ച് കയറ്റിയേക്കുന്നത്, ജനനേന്ദ്രിയത്തിൽ മാത്രം. ശരീരത്തിൻ്റെ പല ഭാഗത്ത്, അതായത് ഈ സ്റ്റാപ്ലെയർ അതിനുവേണ്ടി മാത്രമാണ് ഇവർ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത്. അത്രത്തോളം മൃഗീയമായിട്ടുള്ള പ്രവൃത്തിയാണ് ആ രണ്ട് ചെറുപ്പക്കാരോടും കാണിച്ചിരിക്കുന്നത്. അതിനു മുൻപ് തന്നെ ഈ രശ്മിയുമായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് പ്രത്യേകം ഫോൾഡറിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പ്രത്യേകം അക്കമിട്ടുണ്ട്. 10, 11, 12 ഓരോ ഫോൾഡർ ഓരോ ചെറുപ്പക്കാരുടെ ആണെന്നാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. അങ്ങനെ ഒരുപാട് പേര് ഇവരുടെ ഈ വലയിൽ പെട്ടിട്ടുണ്ടെന്നാണ് പോലീസിൻ്റെ ഒരു വിലയിരുത്തൽ. ആ ഇരകളെ തപ്പി പോലീസ് ഇങ്ങനെ പരക്കം പായുകയാണ്. ഈ റാന്നിക്കാരന് നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഈ സത്യം പുറത്തു പറഞ്ഞത്. ആദ്യമൊക്കെ പോലീസിനോട് പല കള്ളങ്ങളും പറഞ്ഞു. ആ കള്ളങ്ങളെല്ലാം പോലീസ് പൊളിച്ചടിക്കുക. അവസാനം ഈ സത്യത്തിലേക്ക് പോലീസ് എത്തി. ഒന്ന് ആലോചിച്ച് നോക്കി, അവനും കുടുംബമില്ലേ, അച്ഛനും അമ്മയും ഇല്ലേ, ഒരു ജീവിതം അവനും വേണ്ടേ? ഈ സത്യമൊക്കെ പുറത്തറിഞ്ഞുള്ള നാണക്കേട് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് പലരും മിണ്ടത്തേയില്ല. എത്രയോ പേര് ഇവരുടെ വലയിൽ കുടുങ്ങിയിട്ടുണ്ടെന്നുള്ളത് കണ്ടെത്തേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഒന്നേ ഉള്ളൂ പറയാൻ, പെണ്ണുങ്ങളിങ്ങനെ മാടി മാടി വിളിക്കും. അതുകൊണ്ട് ആ മാടി വിളിയിൽപ്പെട്ട് സ്വന്തം ജീവിതവും മാനവും കുടുംബവും ഒന്നും ആരും കളഞ്ഞു കുളിക്കല്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിയാലോ? നന്ദി, നമസ്കാരം.